നമസ്കാരം. വീക്കിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചില പ്രധാന വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കാം, ശേഷം വിശദമായ വാർത്തയിലേക്ക്. ഉത്തർപ്രദേശിൽ ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച കുടുംബത്തെ ചെരുപ്പുമാല അണിയിച്ച് അപമാനിച്ചു. ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ സാമൂഹ്യ ബഹിഷ്കരണം ഉണ്ടാകുമെന്നും ഭീഷണി. അപമാനിക്കപ്പെട്ടത് ആഗ്രയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഹത്രാസിലേക്ക് വന്ന കുടുംബം. കുട്ടികൾക്ക് പള്ളികളിൽ വിലക്ക്. കുട്ടികളെ വീടുകളിൽ മതം പഠിപ്പിക്കുന്നു എന്നറിയാൻ സ്കൂളുകളിലും അന്വേഷണം. ചൈനയിലെ ക്രിസ്തീയ പീഡനത്തെക്കുറിച്ച് വിശദ റിപ്പോർട്ടുമായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. ഉഗാണ്ടയിൽ വിശ്വാസികളെന്ന ഭാവേന ക്രിസ്തീയ പ്രവർത്തകരെ അനുഗമിച്ച 4 അംഗ തീവ്രവാദി സംഘം സുവിശേഷകനെ കൊലപ്പെടുത്തി. പാസ്റ്റർ എന്ന സ്ഥാനത്ത് പുരുഷന്മാർ മതി. അമേരിക്കയിൽ സദേൺ ബാപ്റ്റിസ്റ്റ് സഭയിൽ നിയമം കടുപ്പിക്കാൻ നീക്കം. UK-യിൽ തെരുവിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ച പാസ്റ്ററെ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്തു. പ്രതികരണവും പ്രതിഷേധവുമായി പാസ്റ്റർ. കുടിയിറക്ക ഭീഷണി നേരിട്ട പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് ആശ്വാസമായി കോടതി വിധി. കുടിയേറ്റക്കാർ തിരിഞ്ഞുകുത്തുന്നു. UK-യിൽ പള്ളികൾക്ക് നേരെ പ്രതിദിനം 10ഓളം ആക്രമണങ്ങളെന്ന് പോലീസ് റിപ്പോർട്ട്. ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന് പുതിയ ഭാരവാഹികൾ. ചാന്ദ്രിക ദൃശ്യങ്ങൾ തന്നെ ദൈവത്തോട് അടുപ്പിച്ചെന്നും ദൈവത്തിന്റെ കരവിരുത് അത്ഭുതകരമെന്നും ആർട്ടമിസ് 2 കമാൻഡർ റീഡ് വൈസ്മാൻ. അംഗങ്ങൾ അനുഭവങ്ങൾ പങ്കുവച്ച് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ. IPC ഈസ്റ്റേൺ റീജിയൻ ലീഡർഷിപ്പ് സെമിനാർ ജൂൺ 27-ന് ന്യൂയോർക്കിലെ ഗ്രേസ് ക്രിസ്ത്യൻ ചർച്ചിൽ നടക്കും. ക്രിസ്തീയ വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞു. ഈജിപ്തിലെ ക്രൈസ്തവ വിശ്വാസി തീവ്രവാദ കുറ്റങ്ങൾ നേരിടുന്നു. വിമാന സർവീസുകൾ പുനരാരംഭിച്ച് കുവൈറ്റ് എയർവേസ്. ഇന്ത്യയിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകൾ. വാർത്തകൾ വിശദമായി. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച ദമ്പതികളെയും മകനെയും ഗ്രാമീണരുടെ നേതൃത്വത്തിൽ ചെരുപ്പുമാല അണിയിച്ച് റോഡിലൂടെ നടത്തിച്ചു അപമാനിച്ചു. ഉത്തർപ്രദേശിലെ ഹത്രാസ് ജില്ലയിലെ ഗൗരവ് ഗഡ്ഡി ഗ്രാമത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം. ആഗ്രയിൽ ജോലി ചെയ്തിരുന്ന ബൽറാം, ഭാര്യ റാണി ദേവി, മകൻ ലളിത് എന്നിവർ ഗ്രാമത്തിൽ മടങ്ങിയെത്തിയപ്പോഴാണ് അതിക്രമം നേരിടേണ്ടി വന്നത്. ഗ്രാമീണരുടെ ആവശ്യപ്രകാരം സ്വന്തം പിതാവും സഹോദരനുമാണ് ബൽറാമിനെയും ഭാര്യയെയും ചെരുപ്പുമാല അണിയിച്ച് അപമാനിച്ചത്. വിശ്വാസം മാറാൻ തയ്യാറായില്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കുമെന്നും സാമൂഹിക ബഹിഷ്കരണം ഏർപ്പെടുത്തുമെന്നും ഇവരെ ഭീഷണിപ്പെടുത്തി. എന്നാൽ കുടുംബം ഇതിന് വഴങ്ങാതിരുന്നതോടെ ഇവരെ ബലമായി ചെരുപ്പുമാല അണിയിച്ച് ഗ്രാമത്തിലൂടെ നടത്തിച്ച് പരസ്യമായി അപമാനിക്കുകയായിരുന്നു. ഇതിന്റെ വീഡിയോ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. സംഭവം അറിഞ്ഞെത്തിയ മുർസാൻ പോലീസ് പ്രതികളായ പിതാവിനെയും സഹോദരനെയും കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. എന്നാൽ വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്തോ എന്ന കാര്യത്തിൽ പോലീസ് പ്രതികരണം നടത്താതിരിക്കുന്നത് സംശയങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ചൈനയിലെ ക്രിസ്തീയ സമൂഹത്തിന് നേരെ സർക്കാർ നടത്തുന്ന അടിച്ചമർത്തലുകൾ ശക്തമാകുന്നതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ പുതിയ റിപ്പോർട്ട്. കുട്ടികൾ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുന്നതും സഭയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലാക്കുന്ന സിനിസൈസേഷൻ നയവുമാണ് ചൈനീസ് അധികാരികൾ കർശനമായി നടപ്പിലാക്കുന്നത്. ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനെതിരെ രാജ്യത്തെ കത്തോലിക്ക സഭ അടക്കം ക്രൈസ്തവ സമൂഹം രംഗത്ത് വന്നിട്ടുണ്ട്. വിശ്വാസികളെയും സഭാ അധികൃതരെയും ഭയപ്പെടുത്തി നിശബ്ദരാക്കുന്ന രീതിയാണ് ചൈനയിൽ തുടരുന്നത്. അതേസമയം 2018-ൽ വത്തിക്കാനും ചൈനയും തമ്മിലുണ്ടാക്കിയ മെത്രാൻ നിയമന കരാറിന് ശേഷം പീഡനങ്ങൾ വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കത്തോലിക്ക പാട്രിയോട്ടിക് അസോസിയേഷനിൽ ചേരാൻ വിസമ്മതിക്കുന്ന അണ്ടർഗ്രൗണ്ട് സഭകളെ നിയമപരമായി തകർക്കാൻ ഈ കരാർ ആയുധമാക്കപ്പെടുകയാണെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. കുട്ടികൾ പള്ളികളിൽ പ്രവേശിക്കുന്നതും സംഗീതോപകരണങ്ങൾ വായിക്കുന്നതും ചൈനയിൽ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഹെനാൻ പ്രവിശ്യയിലെ ഒരു ആരാധനാലയം കുട്ടികളെ സംഗീതം പഠിപ്പിച്ചു എന്ന കാരണത്താൽ അടച്ചുപൂട്ടിയ സംഭവവും റിപ്പോർട്ടിൽ ഉയർത്തിക്കാട്ടുന്നു. മാതാപിതാക്കൾ കുട്ടികൾക്ക് മതപരമായ അറിവുകൾ പകർന്നു നൽകുന്നത് തടയാനും അത്തരം മാതാപിതാക്കളെ കുറിച്ച് അധികൃതരെ അറിയിക്കാൻ സ്കൂളുകൾ വഴി കുട്ടികളെ പ്രേരിപ്പിക്കാനും ഗൂഢമായ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഞങ്ങൾ കള്ളന്മാരെ പോലെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചൈനയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വിശ്വാസി പറഞ്ഞതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ആരാധനാലയങ്ങളുടെ ജനലുകൾ അടച്ചുകെട്ടിയും സായുധ നിരീക്ഷണം ഏർപ്പെടുത്തിയും വിശ്വാസികളെ സർക്കാർ ഭയപ്പെടുത്തുകയാണ്. ജനങ്ങൾ പൊതുകാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സമയത്ത് പ്രാർത്ഥന നടത്തുന്നതിനും വിലക്കുണ്ട്. ഭാവി തലമുറയുടെ ക്രൈസ്തവ ബന്ധം പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് ഷാൻസി പ്രവിശ്യയിലെ ഒരു വിശ്വാസി സാക്ഷ്യപ്പെടുത്തുന്നു. ചൈനയുമായുള്ള കരാർ പുനഃപരിശോധിക്കണമെന്നും ക്രിസ്തീയ സമൂഹത്തിന് നേരെയുള്ള പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ ബീജിംഗിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ലിയോ 14 മാർപ്പാപ്പയോട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകൻ യൽക്കൂൻ ഉലുയോൾ ആവശ്യപ്പെട്ടു.
സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെയും കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളുടെയും നഗ്നമായ ലംഘനമാണ് ചൈനയിൽ നടക്കുന്നതെന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് ഉപസംഹരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഉഗാണ്ടയിൽ വിശ്വാസികളെന്ന ഭാവേന യോഗം കഴിഞ്ഞു പോവുകയായിരുന്ന സുവിശേഷ കുടുംബത്തിന്റെ പിന്നാലെ കൂടിയ മത തീവ്രവാദികൾ വിജനമായ സ്ഥലത്ത് വെച്ച് സുവിശേഷകനെ കുത്തിക്കൊലപ്പെടുത്തി. ഉഗാണ്ടയിലെ വക്കീസോ ജില്ലയിലെ സുവിശേഷകനായിരുന്ന ആൽഫ്രഡ് കിറ്റേങ്ക് ആണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 9 രാത്രി നമൂനയിലെ സുവിശേഷ യോഗത്തിന് ശേഷം ഭാര്യ അന്ന ഗ്രേസ് ഞാബിരയ്ക്കൊപ്പം മടങ്ങുമ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. തങ്ങളും സുവിശേഷ യോഗത്തിൽ പങ്കെടുത്തവരാണെന്നും വിശ്വാസികളാണെന്നും തെറ്റിദ്ധരിച്ച് മോട്ടോർ ടാക്സി ഡ്രൈവർമാരായി എത്തിയ 4 അംഗ സംഘമാണ് ദമ്പതികളെ കെണിയിൽപ്പെടുത്തിയത്. സൗജന്യമായി വീട്ടിലെത്തിക്കാമെന്ന് വിശ്വസിപ്പിച്ച് തങ്ങളുടെ ബൈക്കിൽ കയറ്റിയ സുവിശേഷ കുടുംബത്തെ വാക്കിസോ ജില്ലയിലെ കവാലയിലുള്ള നോർത്തേൺ ബൈപ്പാസിൽ വെച്ച് സംഘം ആക്രമിക്കുകയായിരുന്നു. ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കിയതിന് പിന്നാലെ ആൽഫ്രഡ് കിറ്റങ്കയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അക്രമികൾ. മത തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വക്കീസോ ജില്ലയിൽ സജീവ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആൽഫ്രഡ് കിറ്റങ്കയ്ക്കെതിരെ മുമ്പും ഭീഷണികൾ ഉയർന്നിരുന്നു. സുവിശേഷകരെ പതിയിരുന്ന് ആക്രമിച്ചു കൊല്ലുന്നതും വിജനമായ സ്ഥലങ്ങളിൽ വെച്ച് ആക്രമിച്ചു കൊല്ലുന്നതും ഉഗാണ്ടയിലെ മത തീവ്രവാദികളുടെ പതിവ് രീതിയാണ്. ഇത്തരത്തിൽ നിരവധി സുവിശേഷകരും ക്രൈസ്തവ വിശ്വാസികളും ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വിശ്വാസം പങ്കുവച്ചതിന് ഒരു സുവിശേഷകന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നത് ഉഗാണ്ടയിലെ ക്രൈസ്തവ സമൂഹത്തെ വലിയ ആശങ്കയിലാണ് ആഴ്ത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായ സദേൺ ബാപ്റ്റിസ്റ്റ് കൺവെൻഷനിൽ പാസ്റ്റർ പദവി ആർക്കൊക്കെ നൽകാം എന്നത് സംബന്ധിച്ച് തർക്കം മുറുകുന്നു. പാസ്റ്റർ പദവി പുരുഷന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും നിലവിലുള്ള ആശയക്കുഴപ്പങ്ങൾ സഭയുടെ ഭാവിക്ക് ഭീഷണിയാണെന്നും സദേൺ ബാപ്റ്റിസ്റ്റ് തിയോളജിക്കൽ സെമിനാരി പ്രസിഡന്റ് അൽ മോഹ്ലർ മുന്നറിയിപ്പ് നൽകി. സഭയുടെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പാസ്റ്റർ അല്ലെങ്കിൽ എൽഡർ സ്ഥാനങ്ങളിൽ പുരുഷന്മാരെ മാത്രമേ നിയമിക്കാവൂ എന്ന നിയമം കർശനമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം സമാനമായ ഒരു പ്രമേയം സഭയിൽ അവതരിപ്പിച്ചിരുന്നെങ്കിലും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് അത് പരാജയപ്പെട്ടിരുന്നു. സഭയുടെ നിലവിലുള്ള ബാപ്റ്റിസ്റ്റ് ഫെയ്ത്ത് ആൻഡ് മെസ്സേജ് 2000 എന്ന പ്രമാണത്തിൽ പാസ്റ്റർ പദവി പുരുഷന്മാർക്ക് മാത്രമുള്ളതാണെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും പല പ്രാദേശിക സഭകളും ഇത് നടപ്പിലാക്കുന്നതിൽ വ്യത്യസ്തമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരടക്കം 100 കണക്കിന് സെനറ്റർമാർ അംഗങ്ങളായുള്ളതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക സഭകൾ ധാരാളമുള്ളതുമായ വലിയ സഭാ വിഭാഗമാണ് സദേൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് അല്ലെങ്കിൽ സദേൺ ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ. രാജ്യത്ത് സദേൺ ബാപ്റ്റിസ്റ്റുകളുടെ സ്വാധീനം വളരെ ശക്തമാണ്. ഉപദേശപരമായി ശക്തമായ അടിത്തറയുള്ള ബാപ്റ്റിസ്റ്റ് സഭയിൽ ആധുനിക സുവിശേഷകരുടെ സ്വാധീനം പിടിമുറുക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ പല പ്രാദേശിക സഭകളുടെയും നിലപാട് മാറ്റങ്ങൾക്ക് കാരണമായി പറയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് USA. ലണ്ടൻ ബറോയിലെ വാറ്റ്ഫോർഡിൽ സ്ട്രീറ്റ് പ്രസംഗകനായ പാസ്റ്റർ സ്റ്റീവ് മെയിലിനെ തെരുവ് സുവിശേഷ പ്രസംഗത്തിനിടെ ഇക്കഴിഞ്ഞ ദിവസം പോലീസ് ബലമായി കൈവിലങ്ങ് വെച്ച് അറസ്റ്റ് ചെയ്തു. സ്റ്റീവ് മെയിലിന്റെ അറസ്റ്റിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം 1.5 ദശലക്ഷത്തിലധികം ആളുകളാണ് കണ്ടത്. വാറ്റ്ഫോർഡിലെ ഒയാസിസ് സിറ്റി ചർച്ചിന്റെ സ്ഥാപകനും സീനിയർ പാസ്റ്ററുമായ 66 വയസ്സുള്ള പാസ്റ്റർ സ്റ്റീവ് മെയിലിനെ ടൗൺ സ്ക്വയറിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൈകൊണ്ട് ബന്ധിക്കുന്നത് വീഡിയോയിൽ ദൃശ്യമാണ്. ഒരു കുറ്റവും ചെയ്തിട്ടില്ലാത്തതിനാൽ തന്റെ അറസ്റ്റ് ഒരു അപമാനമാണെന്ന് ആരോപിച്ച് പാസ്റ്റർ മെയിൽ നിരന്തരം പ്രതിഷേധിക്കുന്നത് വീഡിയോയിൽ കാണാം. പാസ്റ്റർ സ്റ്റീവ് മെയിലിനെ പിന്നീട് 12 മണിക്കൂർ കസ്റ്റഡിയിൽ വിട്ടു. പിന്നീട് അർദ്ധരാത്രിക്ക് ശേഷം പാസ്റ്ററെ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. സുവിശേഷം പ്രസംഗിച്ചതിന് വാട്ട്ഫോർഡിലെ തെരുവുകളിൽ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യുകയും 2 തെറ്റായ ആരോപണങ്ങൾക്ക് കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തു. ഇത് ശരിക്കും ഭയാനകമായ ഒരു അനുഭവമായിരുന്നു. ഇപ്പോൾ എൻ്റെ ഭാര്യ വീഡിയോ പോസ്റ്റ് ചെയ്തു. അത് 1.5 ദശലക്ഷം ആളുകളിലേക്ക് പോയി. പോലീസ് എന്നെ മുൻപും ഒരുപാട് തവണ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, പക്ഷേ ഒരിക്കലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് വളരെ ക്രൂരമായിരുന്നു. അതെൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും വാട്ട്ഫോർഡിലെ പൊതുജനങ്ങളുടെയും മുന്നിൽ വെച്ചായിരുന്നു. അവർ എന്നെ ഇരട്ട വിലങ്ങുകൾ കൊണ്ട് ബന്ധിച്ചു. വേദന അസഹനീയമായിരുന്നു. എൻ്റെ കൈത്തണ്ടയ്ക്ക് പരിക്കേറ്റു. കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു. ഡോക്ടറുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. പാസ്റ്റർ മെയിൽ ക്രിസ്ത്യൻ റേഡിയോ സ്റ്റേഷനിലൂടെ തന്റെ അനുഭവം പങ്കിട്ടു. ഏപ്രിൽ 18 ശനിയാഴ്ച 60 വയസ്സുള്ള ഒരാളെ ആക്രമിച്ചതിനും സെക്ഷൻ 5 പബ്ലിക് ഓർഡർ കുറ്റകൃത്യത്തിനും സംശയിച്ചുമാണ് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറയുന്നു. ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നുണ്ട്.
തനിക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണ് എന്ന പാസ്റ്ററുടെ പ്രതിഷേധം അത് സ്ഥിരീകരിക്കുന്നതായി വ്യക്തമാക്കുന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ നിന്ന് സ്റ്റീവ് മെയിലിനെ നിങ്ങൾക്ക് ഒരിക്കലും തടയാനാവില്ലെന്നും കഴിഞ്ഞ 45 വർഷമായി താനിത് തുടരുകയാണെന്നും പാസ്റ്റർ മെയിൽ വ്യക്തമാക്കുന്നുണ്ട്. 1979 ന്യൂസിലൻഡിലെ ഓക്ലൻഡിൽ ജനിച്ച പാസ്റ്റർ മെയിൽ ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തുവിന്റെ അനുഗാമിയായി. പ്രശസ്ത ബൈബിൾ അധ്യാപകനും എഴുത്തുകാരനുമായ തന്റെ പാസ്റ്റർ ഡോക്ടർ കെവിൻ ഡൈസനിൽ നിന്ന് ശുശ്രൂഷയ്ക്കായി പരിശീലനം നേടി. ഹെഡ് ഷെഫായിരുന്ന സ്റ്റീവ് മെയിൽ തന്റെ കരിയർ ഉപേക്ഷിച്ച് മുഴുവൻ സമയ ശുശ്രൂഷകനായി. ക്രൈസ്റ്റ് ഫോർ ഓൾ നേഷൻസ് എന്ന സുപ്രസിദ്ധ സുവിശേഷ പ്രഭാഷകൻ പാസ്റ്റർ റെയ്നാർഡ് ബോങ്കയോടൊപ്പം ലോകമെങ്ങും സുവിശേഷവുമായി സഞ്ചരിക്കുകയും ആഫ്രിക്കയിൽ ശുശ്രൂഷകനായി പ്രവർത്തിക്കുകയും ചെയ്തു. സഭ ഉണരണം, ആഗോള സഭ കൂടുതൽ സജീവമായിരിക്കണമെന്ന് അദ്ദേഹം വിഷൻ റേഡിയോയോട് പറഞ്ഞു. ഓരോ രാജ്യത്തും സഭ യഥാർത്ഥത്തിൽ രാഷ്ട്രത്തിന്റെ പ്രതിഫലനമാണ്. അതിനാൽ സഭ ഉണരണം, സഭകൾ പ്രാർത്ഥിക്കണം, പ്രസംഗിക്കണം, ക്രിസ്ത്യാനികൾ ഉണരണം. അവർ പ്രസംഗപീഠത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് നിർത്തി വിജയകരമായി ക്രിസ്തുവിനെ പ്രസംഗിക്കണം, അദ്ദേഹം സഭയോട് ആഹ്വാനം ചെയ്തു. UK പോലീസ് പലപ്പോഴും ലക്ഷ്യമിടുന്നവരാണ് തെരുവ് പ്രസംഗകർ. പൊതുജനങ്ങളെ എതിർക്കുന്നവരുടെ പരാതികൾക്ക് ശേഷം ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥരുമായി ഏറ്റുമുട്ടേണ്ടി വന്ന ആദ്യത്തെ തെരുവ് പ്രസംഗകനല്ല സ്റ്റീവ് മെയിൽ. എന്നാൽ തെരുവ് പ്രസംഗകരെ അറസ്റ്റ് ചെയ്യാനുള്ള പൊതുജന സമ്മർദ്ദത്തിന് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വഴങ്ങിയിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. നഗരവികസനത്തിന്റെ പേരിൽ കുടിയിറക്ക ഭീഷണി നേരിട്ട ക്രൈസ്തവർക്ക് താൽക്കാലിക ആശ്വാസമായി പാകിസ്ഥാനിലെ കോടതി വിധി. നഗരവികസനം എന്ന പേരിൽ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹത്തെ കുടിയിറക്കുവാൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി അതായത് CDA നടത്തിയ ശ്രമം നിർത്തിവെക്കാനുള്ള കീഴ്ക്കോടതി ഉത്തരവ് ഇസ്ലാമാബാദിലെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതി ശരിവെച്ചതാണ് ക്രൈസ്തവർക്ക് പ്രതീക്ഷ പകരുന്നത്. നിയമപരമായ നടപടിക്രമങ്ങളില്ലാതെ ചേരികൾ പൊളിച്ചുമാറ്റി താമസക്കാരെ ഒഴിപ്പിക്കാൻ അധികാരികൾക്ക് കഴിയില്ലെന്ന് കോടതി ഉത്തരവിട്ടു. നിർബന്ധിത കുടിയൊഴിപ്പിക്കലുകൾ ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കുകയും ജനങ്ങളുടെ അവകാശങ്ങളെ മാനിക്കുകയും ചെയ്യണമെന്ന് കോടതി ഊന്നി പറഞ്ഞു. ദരിദ്ര കുടുംബങ്ങളെ മറ്റ് ക്രമീകരണങ്ങളില്ലാതെ നീക്കം ചെയ്യുന്നത് മൗലിക അവകാശങ്ങളുടെ ലംഘനമാകുമെന്നും ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശത്തിന് വിരുദ്ധമാണെന്നും ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി. ഇസ്ലാമാബാദിലെ റിംഷ കോളനിയിലെ ജനങ്ങളാണ് നേരത്തെ കുടിയിറക്ക ഭീഷണി നേരിട്ടത്. ഇതിനു പിന്നാലെ അടിയന്തര സർക്കാർ ഇടപെടൽ തേടിക്കൊണ്ട് പ്രദേശത്തെ സമൂഹം സംഘടിച്ചിരുന്നു. കുടിയിറക്ക ഭീഷണി നേരിടുന്നവരിൽ ഭൂരിഭാഗവും ക്രൈസ്തവരും ദിവസവേതനക്കാരും ശുചീകരണ തൊഴിലാളികളുമാണ്. തങ്ങൾക്ക് നീതിയും സംരക്ഷണവും വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം ആയിരക്കണക്കിന് ക്രൈസ്തവർ രാജ്യതലസ്ഥാനത്ത് സമാധാനപരമായ പ്രതിഷേധ ധർണ്ണ നടത്തി. നിലവിൽ ഏപ്രിൽ 16 പുറത്തു വന്ന കോടതി വിധിയുടെ ആശ്വാസത്തിലാണ് പ്രദേശത്തെ ക്രൈസ്തവ സമൂഹം. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. UK-യിലെ ക്രിസ്ത്യൻ പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും പ്രതിദിനം ശരാശരി 10ഓളം കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി പോലീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 4000 കുറ്റകൃത്യങ്ങളാണ് പള്ളികളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. മോഷണം, വധശ്രമങ്ങൾ, കെട്ടിടങ്ങൾ നശിപ്പിക്കൽ തുടങ്ങിയവയാണ് ഇതിൽ ഭൂരിഭാഗവും. കൺട്രി സൈഡ് അലയൻസ് നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് മറുപടിയായി പോലീസ് സേനകൾ നൽകിയ ഡേറ്റയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. എല്ലാ പോലീസ് സേനകളും വിവരാവകാശ അപേക്ഷയോട് പ്രതികരിച്ചിട്ടില്ലാത്തതിനാൽ യഥാർത്ഥ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഇതിലും എത്രയോ മടങ്ങായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പള്ളികളിലെ വിലപിടിപ്പുള്ള പുരാതന വസ്തുക്കളും ലോഹങ്ങളും മോഷ്ടിക്കുന്ന സംഘങ്ങൾ UK-യിൽ സജീവമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിട്ടുണ്ട്. വെറും ആരാധനാലയങ്ങൾ എന്നതിലുപരി സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായ ഈ ഇടങ്ങൾ സംരക്ഷിക്കാൻ കർശന നടപടികൾ വേണമെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം ആക്രമണങ്ങൾ തടയാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളും പോലീസും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. നിലവിൽ UK-യിലെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുവാൻ സർക്കാർ കൂടുതൽ തുക അനുവദിച്ചിട്ടുണ്ട്. ക്രിസ്തീയ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിലേറെയും കുടിയേറ്റക്കാരായ മറ്റ് വംശജരിൽ നിന്നാണെന്നാണ് കണ്ടെത്തൽ. ഇസ്ലാം മതസ്ഥർ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ക്രിസ്തീയ പ്രഘോഷണങ്ങളെ തടയാനുള്ള ശ്രമം പോലും നടക്കുന്നതായി യാഥാസ്ഥിതിക ക്രൈസ്തവ വിഭാഗങ്ങൾ ആരോപിക്കുന്നു. കുടിയേറ്റക്കാർക്കായി നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ മലർക്കെ തുറന്നിട്ട വാതിലുകൾ ഇപ്പോൾ അവർക്ക് തന്നെ ഭരണകൂടത്തിന് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഹൂസ്റ്റണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഉപദേശ ഐക്യമുള്ള 16 സഭകളുടെ ഐക്യവേദിയായ ഹൂസ്റ്റൺ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ 2026 ഭാരവാഹികളെ ജനറൽ ബോഡി തെരഞ്ഞെടുത്തു. പാസ്റ്റർ ബൈജു തോമസ് പ്രസിഡന്റായും പാസ്റ്റർ ജോൺ സൈമൺ വൈസ് പ്രസിഡന്റായും അജി ഇടുക്കുള സെക്രട്ടറിയായും ജോൺ മാത്യു പുനലൂർ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു.
മീഡിയ കോർഡിനേറ്ററായി ജോയി തുമ്പമൺ, ചാരിറ്റി കോർഡിനേറ്ററായി വിനോദീപ്പൻ, വർഷിപ്പ് കോർഡിനേറ്ററായി സ്റ്റീഫൻ സാമുവൽ, ഹിന്ദി വർഷിപ്പ് കോർഡിനേറ്ററായി ഡാനിയേൽ എബ്രഹാം, പ്രയർ കോർഡിനേറ്ററായി പാസ്റ്റർ ജോൺ ഐസക്കും പ്രവർത്തിക്കുന്നു. പൊതു മീറ്റിംഗുകൾ, ഫാമിലി സെമിനാറുകൾ, വിവിധ ഭാഷകളിലുള്ള ആരാധനകളും പൊതു മീറ്റിംഗുകളും, വിശിഷ്യ ഹിന്ദിയിലുള്ള മീറ്റിംഗുകൾ, പാസ്റ്റർമാർക്കും ലീഡേഴ്സിനും വേണ്ടിയുള്ള ഏകദിന സെമിനാറുകൾ, വാർഷിക കൺവെൻഷനും പൊതു ആരാധനയും, മാസം തോറുമുള്ള പ്രാർത്ഥനാ മീറ്റിംഗുകൾ തുടങ്ങി വിവിധ പരിപാടികൾ ഫെലോഷിപ്പിന്റെ ഭാഗമായി നടന്നു വരുന്നു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ ബൈജു തോമസ് മാറാനാഥ ഫുൾ ഗോസ്പൽ സഭയുടെ സീനിയർ പാസ്റ്ററും അനുഗ്രഹീത ഗായകനും പ്രസംഗകനുമാണ്. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പാസ്റ്റർ ജോൺ സൈമൺ ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ഹ്യൂസ്റ്റന്റെ സജീവ അംഗവും സഹശുശ്രൂഷകനായും പ്രവർത്തിക്കുന്നു. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അജി ഇടുക്കുള 2027 നടക്കുന്ന ചർച്ച് ഓഫ് ഗോഡിന്റെ നാഷണൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. ട്രഷറർ ജോൺ മാത്യു പുനലൂർ വിവിധ മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. വിവിധ തലങ്ങളിൽ സഹോദരിമാരുടെ പ്രവർത്തനങ്ങളും യുവജനങ്ങളുടെ പ്രവർത്തനങ്ങളും ഫെലോഷിപ്പിന്റെ ഭാഗമായി നടത്തിവരുന്നു. അമേരിക്കയിലും ഇന്ത്യയിലും അനേകരുടെ കണ്ണീരൊപ്പി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വർഷങ്ങളായി സംഘടന നേതൃത്വം നൽകി വരുന്നു. ജോയി തുമ്പമണ്ണിന്റെ റിപ്പോർട്ടോടെ ന്യൂസ് ഡെസ്ക് ഹാർവസ്റ്റ് USA. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ഏറ്റവും വിദൂരത്തേക്ക് സഞ്ചരിച്ച റെക്കോർഡ് തിരുത്തിക്കുറിച്ച നാസയുടെ ആർടെമിസ് 2 ദൗത്യം പൂർത്തിയാക്കി. ഭൂമിയിലെത്തിയ ശേഷം ആദ്യം താൻ ആവശ്യപ്പെട്ടത് തങ്ങളെ തീരത്തേക്ക് കൊണ്ടുപോകുന്ന കപ്പലിന്റെ ചാപ്ലൈനെ കാണാനാണെന്ന് വെളിപ്പെടുത്തി ദൗത്യത്തിന്റെ കമാൻഡർ റീഡ് വൈസ്മാൻ. ആർടെമിസ് സംഘം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച വാർത്താ സമ്മേളനത്തിലാണ് സംഘത്തിന്റെ കമാൻഡറായ റീഡ് ഇക്കാര്യം പറഞ്ഞത്. ദൈവത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും ദൈവികമായ ദൗത്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം കൂടുതലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആത്മീയ കാര്യങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയായിരുന്നില്ല താനെന്നും, എന്നാൽ ബുദ്ധി കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത മേഖലകളിലൂടെയാണ് തങ്ങൾ കടന്നുപോയതെന്നും റീഡ് പറഞ്ഞു. ചാപ്ലിൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കോളറിലെ കുരിശ് കണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞു എന്നും റീഡ് മാധ്യമപ്രവർത്തകരോട് തന്റെ അനുഭവം പങ്കുവച്ചു. ചന്ദ്രന്റെ പിന്നിലായി സൂര്യൻ മറയുന്നത് പോലെയുള്ള അഭൗമിക കാഴ്ചകൾ കണ്ടപ്പോൾ ഈ കാഴ്ച ഉൾക്കൊള്ളാൻ മാത്രം മനുഷ്യൻ ഇനിയും പരിണമിച്ചിട്ടില്ല എന്നാണ് തനിക്ക് തോന്നിയതെന്നും റീഡ് കൂട്ടിച്ചേർത്തു. റീഡ് വൈസ്മാന്റെ അതേ വികാരമാണ് തനിക്ക് അനുഭവപ്പെട്ടതെന്നും, എന്നാൽ താൻ ഒരു വിശ്വാസിയാണെന്നും ചന്ദ്രന്റെ ഏറ്റവും അടുത്തു നിന്നും യേശുവിന്റെ സ്നേഹത്തിന്റെ കൽപ്പന ലോകത്തെ ഓർമ്മിപ്പിച്ച പൈലറ്റ് വിക്ടർ ഗ്ലോവർ പറഞ്ഞു. ശാസ്ത്രത്തിനും മനുഷ്യബുദ്ധിക്കും അപ്പുറമുള്ള പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ രഹസ്യങ്ങളിലേക്കാണ് ഇവരുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ചന്ദ്രനിൽ മനുഷ്യനെ വീണ്ടും എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കൂടുതൽ ബഹിരാകാശ യാത്രകൾക്കായി തയ്യാറെടുക്കുമ്പോൾ ദൈവത്തെ തേടാനും മനുഷ്യരെ കൂടുതൽ കരുതാനും ഇവരുടെ അവിശ്വസനീയമായ യാത്രയുടെ കഥ മനുഷ്യരാശിയെ പ്രചോദിപ്പിക്കട്ടെ. ന്യൂസ് ഡെസ്ക് ഹാർവസ്റ്റ് USA. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നോർത്ത് അമേരിക്കൻ ഈസ്റ്റേൺ റീജിയന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ ജൂൺ 27 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ന്യൂയോർക്കിലെ മിനിയോള വില്ലിസ് അവന്യൂവിലുള്ള ഗ്രേസ് ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് നടത്തപ്പെടും. 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യൻ നേതൃത്വവും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ശുശ്രൂഷകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒക്ലഹോമയിലെ ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റി തിയോളജി കോളേജിന്റെ പ്രൊഫസർ മുൻ ഡീനുമായ റവറൻഡ് ഡോക്ടർ തോംസൺ കെ മാത്യു മുഖ്യപ്രഭാഷണം നടത്തും. സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ ഏവരെയും സമ്മേളനത്തിൽ സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ E.T. എബ്രഹാം അറിയിച്ചു. യേശുക്രിസ്തുവിലുള്ള തന്റെ വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞതിന് സയ്യിദ് മൻസൂർ റസ്ക് അബ്ദുൾ റാസക് എന്ന ഈജിപ്ത് യുവാവ് തീവ്രവാദ കുറ്റങ്ങൾക്കുള്ള വിചാരണ നേരിടുന്നു. 2016 ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത അബ്ദുൾ റാസക് ഈജിപ്തിലെ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ ചേർന്നതുൾപ്പെടെ തന്റെ വിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി സംസാരിച്ചിരുന്നു. തന്റെ വിശ്വാസങ്ങൾ പരസ്യമായി പങ്കുവച്ചതിന് കുടുംബത്തിന്റെ തിരസ്കാരം, സാമൂഹിക പീഡനം, പോലീസിന്റെ പീഡനം എന്നിവ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. അറസ്റ്റിലായതു മുതൽ അബ്ദുൾ റാസക് തടങ്കലിലാണ്. അദ്ദേഹത്തിന്റെ കേസ് ഈജിപ്തിലെ ഫസ്റ്റ് ക്രിമിനൽ ടെററിസം സർക്യൂട്ട് കോടതിയിലേക്ക് മാറ്റി വിചാരണ 2026 ഏപ്രിൽ 21 ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. 2018 മുതൽ അബ്ദുൾ റാസക് കുറച്ചു കാലം റഷ്യയിൽ താമസിച്ചിരുന്നു. അവിടെ ചുരുങ്ങിയ കാലം തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം 2024 ഈജിപ്തിലേക്ക് തിരിച്ചയക്കപ്പെടുകയായിരുന്നു. 2025 ജൂലൈ 15 കെയ്റോയിലെ അൽമദറിയ പോലീസ് സ്റ്റേഷനിൽ തന്റെ ഔദ്യോഗിക ദേശീയ തിരിച്ചറിയൽ രേഖകളിൽ മുസ്ലിം എന്നതിന് പകരം ക്രിസ്ത്യൻ എന്ന് രേഖപ്പെടുത്താൻ സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ തടങ്കലിലാക്കി. ഈജിപ്ഷ്യൻ നിയമങ്ങളും ഉദ്യോഗസ്ഥ ഭരണക്രമവും ഇസ്ലാമിൽ നിന്ന് പരിവർത്തനം ചെയ്യുന്നവർക്ക് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് അങ്ങേയറ്റം പ്രയാസകരമാക്കുന്നു.
2025 ജൂലൈ 22-ന് ഈജിപ്തിലെ സ്റ്റേറ്റ് സെക്യൂരിറ്റി പ്രോസിക്യൂഷൻ ഔദ്യോഗികമായി അബ്ദുൾ റാസക്കിന് എതിരെ ചുമത്തിയ കുറ്റങ്ങൾ ഒരു തീവ്രവാദ സംഘടനയിൽ ചേർന്നു, സമൂഹത്തിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചു, തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്നിങ്ങനെയായിരുന്നു. അറസ്റ്റിലായത് മുതൽ അദ്ദേഹം തടങ്കലിലാണ്. അദ്ദേഹത്തിന്റെ കേസ് ഈജിപ്തിലെ ഫസ്റ്റ് ക്രിമിനൽ ടെററിസം സർക്യൂട്ട് കോടതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ വിചാരണ ഇക്കഴിഞ്ഞ ഏപ്രിൽ 21-ന് ആരംഭിച്ചിരിക്കുന്നു. തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിച്ചേക്കാം. ഇന്റർനാഷണൽ ക്രിസ്ത്യൻ കൺസേൺ, ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ്, കോപ്റ്റിക് സോളിഡാരിറ്റി തുടങ്ങിയ മനുഷ്യാവകാശ സംഘടനകളുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ മതപരിവർത്തനത്തെയും അത് നിയമപരമായി അംഗീകരിക്കാനുള്ള ശ്രമത്തെയും ഈജിപ്ഷ്യൻ അധികാരികൾ ദേശീയ സുരക്ഷാ ഭീഷണിയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇസ്ലാം വിടുന്നതും ക്രിസ്തുമതത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനവും കുറ്റകരമാക്കാൻ തീവ്രവാദ കുറ്റങ്ങൾ ഒരു മറയായി ഉപയോഗിക്കുകയാണെന്ന് വിമർശകർ വാദിക്കുന്നു. വിശ്വാസ സ്വാതന്ത്ര്യം ഭരണഘടനാപരമായി ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ഈജിപ്തിൽ ഇത് ഇപ്പോഴും സാമൂഹികമായും നിയമപരമായും സെൻസിറ്റീവായി തുടരുന്നു. ഈജിപ്തിൽ ഗണ്യമായ കോപ്റ്റിക് ക്രിസ്ത്യൻ ന്യൂനപക്ഷം ഏകദേശം 10% ഉണ്ടെങ്കിലും ഇസ്ലാമിൽ നിന്ന് പരിവർത്തനം ചെയ്യുന്നവർ കടുത്ത പ്രയാസങ്ങളാണ് നേരിടുന്നത്. കുടുംബത്തിൽ നിന്നുള്ള ബഹിഷ്കരണം, സ്വത്തവകാശം നഷ്ടപ്പെടൽ, വിവാഹം കഴിക്കാനോ കുട്ടികളെ ശരിയായി രജിസ്റ്റർ ചെയ്യാനോ ഉള്ള അസാധ്യത, സാമൂഹിക സമ്മർദ്ദം, ചിലപ്പോഴൊക്കെ ജനക്കൂട്ടത്തിന്റെ ആക്രമണമോ മതനിന്ദ ആരോപണമോ നേരിടേണ്ടി വരുന്നു. വിശ്വാസത്യാഗം ശിക്ഷാ നിയമത്തിൽ എല്ലായ്പ്പോഴും നേരിട്ട് കുറ്റകരമല്ലെങ്കിലും പരിവർത്തനം ചെയ്തവർക്കോ മതം പ്രചരിപ്പിക്കുന്നവർക്കോ എതിരെ തീവ്രവാദം, അശാന്തി പടർത്തൽ, വ്യാജവാർത്ത അല്ലെങ്കിൽ മതത്തെ അപമാനിക്കൽ തുടങ്ങിയ അവ്യക്തമായ നിയമങ്ങൾ അധികാരികൾ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ കേസ് നിരവധി ക്രൈസ്തവ മാധ്യമങ്ങളും നിരീക്ഷകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭരണകൂടത്തിന്റെ നിർബന്ധമോ വ്യാജ സുരക്ഷാ കുറ്റങ്ങളോ നേരിടാതെ ഒരാൾക്ക് സ്വന്തം വിശ്വാസം മാറ്റാനോ പ്രഖ്യാപിക്കാനോ ഉള്ള കഴിവ് ഒരു മൗലിക മനുഷ്യാവകാശമാണ്. സയ്യിദ് മൻസൂർ റസ്ക അബ്ദുൾ റസാഖിന്റെ മോചനത്തിനായി പ്രാർത്ഥനയും മനുഷ്യാവകാശ പ്രവർത്തനങ്ങളും ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് രാജ്യത്തെ ക്രൈസ്തവർ. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. പ്രസിദ്ധ കീബോർഡിസ്റ്റും സംഗീത കലാകാരനുമായ അനൂപ് കോവളത്തിന്റെ നേതൃത്വത്തിൽ ഹാർവസ്റ്റ് TVയുടെ സഹകരണത്തോടെ തിരുവനന്തപുരം കൈതമുക്ക് ഹാർവസ്റ്റ് TV സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഗ്രേസ് മ്യൂസിക് സോൺ എന്ന പേരിൽ സംഗീത വിദ്യാലയത്തിന് തുടക്കമായി. ഏപ്രിൽ 13-ന് പ്രസിദ്ധ സംഗീത സംവിധായകൻ ശരത് സംഗീത വിദ്യാലയം ഉദ്ഘാടനം ചെയ്തു. വോക്കൽ, കീബോർഡ്, ഗിറ്റാർ, പിയാനോ, വയലിൻ, ഡ്രംസ് എന്നിവയിൽ മികച്ച സംഗീത അധ്യാപകർ പരിശീലനം നൽകുന്നു. ഒപ്പം മ്യൂസിക് ആൽബങ്ങളും നിർമ്മിച്ചു നൽകുന്നു. ക്ലാസുകൾ ആരംഭിച്ചു. അഡ്മിഷന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി അറേബ്യൻ വാർത്തകൾ. രാജ്യാന്തര വ്യോമപാത വീണ്ടും തുറന്നതിന് പിന്നാലെ വിമാന സർവീസുകൾ പുനരാരംഭിച്ച് കുവൈറ്റ് എയർവേസ്. കുവൈറ്റ് വിമാനത്താവളത്തിലെ ടെർമിനൽ 4-ൽ നിന്നുള്ള സർവീസുകളാണ് ഞായറാഴ്ച, അതായത് ഇന്ന് മുതൽ പുനരാരംഭിച്ചത്. കേരളത്തിലെ കൊച്ചിയും തിരുവനന്തപുരവും ഉൾപ്പെടെ 17 പ്രധാന നഗരങ്ങളിലേക്കാണ് സർവീസുകൾ ആരംഭിച്ചത്. കുവൈറ്റ് എയർവേസ് ആക്ടിംഗ് CEO അബ്ദുൾ വഹാബ് അൽ ഷാത്തിയാണ് സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം കൊച്ചി, തിരുവനന്തപുരം, മുംബൈ, ചെന്നൈ, ഡൽഹി, ലണ്ടൻ, റിയാദ്, മനില എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകൾ ഉണ്ടാകും. കെയ്റോയിലേക്ക് ദിവസേനയും ജിദ്ദ, ധാക്ക എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 4 വീതവും സർവീസ് നടത്തും. ബെയ്റൂട്ട്, ദമാസ്കസ്, ലാഹോർ എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 2 സർവീസുകളും ഇസ്താംബുൾ, ഗാങ്ഷു, കൊളംബോ എന്നിവിടങ്ങളിലേക്ക് ആഴ്ചയിൽ 1 സർവീസുമായിരിക്കും ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങിയതോടെയാണ് കുവൈറ്റ് വിമാന സർവീസുകൾ നിർത്തിവെച്ചത്. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് അറേബ്യ. ഇന്നത്തെ പ്രധാന വാർത്തകളോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഉത്തർപ്രദേശിൽ ക്രിസ്തുമതം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച കുടുംബത്തെ ചെരുപ്പുമാല അണിയിച്ച് അപമാനിച്ചു. ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ സാമൂഹ്യ ബഹിഷ്കരണം ഉണ്ടാകുമെന്നും ഭീഷണി. അപമാനിക്കപ്പെട്ടത് ആഗ്രയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഹത്രാസിലേക്ക് വന്ന കുടുംബം. കുട്ടികൾക്ക് പള്ളികളിൽ വിലക്ക്. കുട്ടികളെ വീടുകളിൽ മതം പഠിപ്പിക്കുന്നു എന്നറിയാൻ സ്കൂളുകളിലും അന്വേഷണം. ചൈനയിലെ ക്രിസ്തീയ പീഡനത്തെക്കുറിച്ച് വിശദ റിപ്പോർട്ടുമായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്. ഉഗാണ്ടയിൽ വിശ്വാസികളെന്ന ഭാവേന ക്രിസ്തീയ പ്രവർത്തകരെ അനുഗമിച്ച 4-അംഗ തീവ്രവാദി സംഘം സുവിശേഷകനെ കൊലപ്പെടുത്തി. പാസ്റ്റർ എന്ന സ്ഥാനത്ത് പുരുഷന്മാർ മതി. അമേരിക്കയിൽ സദേൺ ബാപ്റ്റിസ്റ്റ് സഭയിൽ നിയമം കടുപ്പിക്കാൻ നീക്കം. UK-യിൽ തെരുവിൽ നിന്ന് സുവിശേഷം പ്രസംഗിച്ച പാസ്റ്ററെ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്തു. പ്രതികരണവും പ്രതിഷേധവുമായി പാസ്റ്റർ.
കുടിയിറക്ക ഭീഷണി നേരിട്ട പാകിസ്ഥാനിലെ ക്രൈസ്തവർക്ക് ആശ്വാസമായി കോടതി വിധി. കുടിയേറ്റക്കാർ തിരിഞ്ഞുകുത്തുന്നു. UK-യിൽ പള്ളികൾക്ക് നേരെ പ്രതിദിനം 10ഓളം ആക്രമണങ്ങളെന്ന് പോലീസ് റിപ്പോർട്ട്. ഹ്യൂസ്റ്റൺ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന് പുതിയ ഭാരവാഹികൾ. ചാന്ദ്രിക ദൃശ്യങ്ങൾ തന്നെ ദൈവത്തോട് അടുപ്പിച്ചെന്നും ദൈവത്തിന്റെ കരവിരുത് അത്ഭുതകരമെന്നും ആർട്ടമിസ് 2 കമാൻഡർ റീഡ് വൈസ്മാൻ. അംഗങ്ങൾ അനുഭവങ്ങൾ പങ്കുവച്ച് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ. IPC ഈസ്റ്റേൺ റീജിയൻ ലീഡർഷിപ്പ് സെമിനാർ ജൂൺ 27-ന് ന്യൂയോർക്കിലെ ഗ്രേസ് ക്രിസ്ത്യൻ ചർച്ചിൽ നടക്കും. ക്രിസ്തീയ വിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞു. ഈജിപ്തിലെ ക്രൈസ്തവ വിശ്വാസി തീവ്രവാദ കുറ്റങ്ങൾ നേരിടുന്നു. വിമാന സർവീസുകൾ പുനരാരംഭിച്ച് കുവൈറ്റ് എയർവേസ്. ഇന്ത്യയിലേക്ക് ആഴ്ചയിൽ 3 സർവീസുകൾ.